എല്ലാ സ്നേഹിതർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. രാത്രിയുടെ തണുപ്പിൽ നക്ഷത്രങ്ങൾ മിന്നി നിൽക്കുന്ന ഇരുണ്ട മരുഭൂമി. അവിടെ തനിച്ചൊരു യാത്രക്കാരൻ, പേര് യാക്കോബ്. തലചായ്ച്ചുറങ്ങാൻ ഒന്നുമില്ലാത്ത ഏകാന്തതയുടെ നടുവിൽ മനസ്സ് വേദനിക്കുന്ന ആ രാത്രിയിൽ യാക്കോബ് തലവച്ചുറങ്ങാൻ കണ്ടെത്തിയത് ഒരു കല്ല് മാത്രമായിരുന്നു. അതെ, തലയിണയായി മാറിയ കല്ല്. വേദന ഹൃദയത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ ദൈവം ചിലപ്പോൾ യാക്കോബിനെ പോലെ നമ്മെയും കല്ലുകളിൽ വിശ്രമിക്കാൻ പഠിപ്പിക്കുന്നു. ആ കല്ലിൻ്റെ കഠിനതയിൽ തൻ്റെ ജീവിതത്തിൻ്റെ കടുപ്പവും ചേർന്ന് കിടന്നിരുന്നു. കല്ലിൽ തലവച്ചുറങ്ങിയ ആ രാത്രികളാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്. ആ കല്ലിൽ തലവച്ചുറങ്ങുമ്പോൾ സ്വപ്നത്തിലൂടെ താൻ കണ്ടു സ്വർഗത്തിലേക്കുള്ള പടിവാതിലുകൾ. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചയിൽ തന്നോട് പറയുന്നൊരു ശബ്ദം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിൽ തലയിണയായ കല്ലുകൾ ഉണ്ടല്ലോ. ഉള്ളിലിരിക്കുന്ന വേദനകളും മറുപടി ലഭിക്കാത്ത ചോദ്യങ്ങളും കണ്ണുനീരും ഒക്കെയായി. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ദൈവസാന്നിധ്യം എപ്പോഴും മൃദുവായ തലയിണകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നില്ല. കല്ലിൻ്റെ കഠിനതയിൽ പോലും നാം അവൻ്റെ ശബ്ദം കേൾക്കുവാനിടയാകും. തലയിണയായ കല്ല് നമ്മുടെ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, മഹത്തരമായ ദർശനത്തിൻ്റെ വാതിൽപ്പടി നമ്മുടെ മുമ്പിൽ തുറക്കുവാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചിന്തിച്ചു പോകാം, ഈ രാത്രി എൻ്റെ ദുഃഖത്തിൻ്റെ വേദനയുടെ രാത്രിയാണ്. പക്ഷേ അതേ രാത്രിയാണ് നമുക്ക് വേണ്ടി പുതുനക്ഷത്രങ്ങൾ ജനിക്കുന്നത്. അടുത്ത പ്രഭാതം കല്ലിനെ എണ്ണയാൽ അഭിഷേകം ചെയ്ത് പഴയ രാത്രിയുടെ വേദന പുതിയ ദിനത്തിൻ്റെ യാഗപീഠമായി മാറിയത്. പ്രിയരെ, നാം ഇപ്പോൾ കിടക്കുന്ന കല്ലുകൾ ഒരു നിമിഷം നമ്മുടെ ബേഥേലായി മാറും. ദൈവത്തിൻ്റെ വീട് എന്നറിയപ്പെടും. അതിനാൽ കഷ്ടമേറിയ കല്ലുകൾ കണ്ട് ഭയപ്പെടേണ്ട. ചുമക്കുന്ന കഷ്ടതയിൽ പോലും ദൈവം ക്ഷമയോടെ കാത്തിരിക്കാം. കല്ലുകൾ കണ്ട് ഭയപ്പെടേണ്ട. ചുമക്കുന്ന കഷ്ടതയിൽ പോലും ദൈവം തൻ്റെ ദർശനം ഒരുക്കി വച്ചിട്ടുണ്ട്. അതിനായി ക്ഷമയോടെ കാത്തിരിക്കാം. ഈ വാക്കുകളാൽ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുക.